നമസ്കാരം. ദില്ലിയിൽ കഴിഞ്ഞ ദിവസം നടന്ന സ്ഫോടനം, അതിൻ്റെ അല്ലെങ്കിൽ ഭീകരാക്രമണം, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അതായത് ദില്ലിയിൽ സ്ഫോടനം നടത്തിയതാര്, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഭീകര സംഘടന ഏതാണ്, ഇതിന് വിദേശ ബന്ധമുണ്ടോ, എങ്കിൽ വിദേശ ബന്ധം എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഇന്ത്യൻ പൗരന്മാരായ ഡോക്ടർമാരെ ഉപയോഗിച്ച് ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയതിന് പിന്നിൽ ആരാണ്, എത്ര ദിവസത്തെ തയ്യാറെടുപ്പ് ഇതിനു വേണ്ടി വന്നിട്ടുണ്ട്, ഇത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പ്രതികാരമായി നടത്തിയ കാര്യമാണോ, ഇതിന് തിരിച്ചടി ഉണ്ടാകുമോ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തിരിച്ചെത്തിയതിനു ശേഷം സുരക്ഷാകാര്യ മന്ത്രിസഭാ യോഗം ചേരുമോ? ഇന്നത്തെ ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകളുടെ ഔട്ട്കം എന്താണ്? യഥാർത്ഥത്തിൽ അന്വേഷണം നടത്തിയപ്പോൾ സർക്കാരിന് കിട്ടിയ വിവരങ്ങൾ എന്താണ്? ഇതൊക്കെയാണ് ഇപ്പോൾ പലതരത്തിലുള്ള ചർച്ചകൾക്ക് വിധേയമാകുന്നത്. പക്ഷേ ദില്ലിയിൽ ഇതിനെല്ലാം അപ്പുറം മറ്റൊരു ദൗത്യം കൂടി പോലീസ് നടത്തിയിരുന്നു. ആ ദൗത്യം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, രാജ്യ തലസ്ഥാനത്ത് ധാരാളം വിദേശികൾ അനധികൃതമായി കഴിയുന്നു എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരക്കാരെ കണ്ടെത്തുന്നതിനായി യഥാർത്ഥത്തിൽ ബംഗ്ലാദേശികളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തിയത്. ഓപ്പറേഷൻ ക്ലീൻ സ്വീപ്പ് എന്ന പേരിലാണ് ദില്ലി പോലീസ് കഴിഞ്ഞ ദിവസം ഒരു ഓപ്പറേഷൻ നടത്തിയത്. സത്യത്തിൽ ദില്ലിയിൽ സ്ഫോടനം ഉണ്ടായിരുന്നില്ല എങ്കിൽ ഒരുപക്ഷെ ഒരു ലീഡ് വാർത്തയാകേണ്ട ഒരു വാർത്തയാണിത്. ദില്ലിയിൽ സ്ഫോടനം ഉണ്ടായതുകൊണ്ടാണ് ഈ വാർത്ത അല്പം പുറകിലേക്ക് പോയത്. എങ്കിലും ഈ വാർത്ത അധികമായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് ഈ ഓപ്പറേഷൻ ക്ലീൻ സ്വീപ്പിലൂടെ ബംഗ്ലാദേശികളെ പോലെയുള്ള അനധികൃതമായി രാജ്യത്തിനകത്ത് താമസിക്കുന്ന കുറ്റവാളികൾ അടക്കമുള്ള ആളുകളെ കണ്ടെത്തുക എന്നതാണ് ഈ ക്ലീൻ സ്വീപ്പിൻ്റെ ദൗത്യം അല്ലെങ്കിൽ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. ഇവരെ കണ്ടെത്തി ഇവരെ നാടുകളിലേക്ക് തിരികെ അയക്കുക, ഡീപ്പോർട്ട് ചെയ്യുക, ശിക്ഷ നൽകാനുണ്ടെങ്കിൽ ശിക്ഷ നൽകുക, ഇതൊക്കെയാണ് ഈ ഓപ്പറേഷൻ ക്ലീൻ സ്വീപ്പ് കൊണ്ട് ദില്ലി സർക്കാർ ഉദ്ദേശിച്ചത്. അതായത് രാജ്യ തലസ്ഥാനത്ത് കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നതിനു പിന്നിൽ ഇത്തരത്തിൽ രാജ്യത്തിനകത്ത് രേഖകളില്ലാതെ താമസിക്കുന്നവരുണ്ട് എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ. പക്ഷേ ഈ ഓപ്പറേഷൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അതിശയിപ്പിക്കുന്നതായിരുന്നു. ഇതിൽ 260ഓളം ആഫ്രിക്കൻ വംശജർ അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ള 260ഓളം ആളുകളെയാണ്, വിദേശികളെയാണ് ഈ ഓപ്പറേഷൻ ക്ലീൻ സ്വീപ്പിലൂടെ ഇന്നലെ ഒരു ദിവസം കൊണ്ട് പിടികൂടിയത്. ഇവരെല്ലാം വിസയില്ലാതെ രാജ്യത്ത് അനധികൃതമായി താമസിക്കുന്നവരായിരുന്നു. 31 ടീമുകളായി തിരിഞ്ഞു. പോലീസിൻ്റെ 31 ടീമുകൾ, ഏതാണ്ട് 600-ലധികം ഫോഴ്സുകൾ പങ്കെടുത്തുകൊണ്ട് 600-ലധികം പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുത്ത 4 ACPമാരുടെ നേതൃത്വത്തിൽ 20ഓളം വരുന്ന ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലൊക്കെ നടന്ന വിശാലമായ ഒരു ഓപ്പറേഷനാണ്. ഈ ഓപ്പറേഷനിലാണ് 260ഓളം വരുന്ന ആഫ്രിക്കൻ പൗരന്മാരെ കണ്ടുകിട്ടിയിട്ടുള്ളത്. ഇതിൽ 160ഓളം പേർ ഓവർ സ്റ്റേ ആണ്. അതായത് അവർ വിസയും പാസ്പോർട്ടും ഒക്കെ ഉൾപ്പെടെയുള്ള രേഖകളോടുകൂടി ഇന്ത്യയിൽ വരുന്നു. അതിനുശേഷം ഈ നിശ്ചിതമായ വിസ കാലാവധിക്ക് ശേഷവും രാജ്യം വിട്ടുപോകാതെ ഇവിടെ താമസിക്കുന്നു. അങ്ങനെയുള്ളവരാണ് 183 പേരും. 48 പേർ ഇതിൽ വനിതകളാണ് എന്ന് പറയപ്പെടുന്നു. ഇവരിൽ പലർക്കും ക്രിമിനൽ കേസുകളുണ്ട്, പലരുടെയും പേരിൽ ക്രിമിനൽ കേസുകളുണ്ട്. ഇവർ മാന്യമായ തൊഴിലെടുത്തല്ല ഇവിടെ ജീവിക്കുന്നത്. അതായത് ഇവർ ഈ പറയുന്ന പോലെയുള്ള സൈബർ തട്ടിപ്പുകളും മറ്റുമൊക്കെ നടത്തുക, മയക്കുമരുന്നിൻ്റെ കാരിയർമാരാവുക, അല്ലറ ചില്ലറ മോഷണങ്ങൾ നടത്തുക, മൊബൈൽ മോഷണം അടക്കമുള്ളവ നടത്തുക, ഇങ്ങനെ സൈബർ അറ്റാക്ക് നടത്തുക, ഈ സിസ്റ്റംസ് ഹാക്ക് ചെയ്യുക, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് ഈ പറയുന്ന 260ഓളം വരുന്ന ആഫ്രിക്കൻ പൗരന്മാർ ഇന്ത്യയുടെ രാജ്യ തലസ്ഥാനത്ത് ദില്ലിയിൽ ചെയ്തുകൊണ്ടിരുന്നത് എന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇന്നലെ ദില്ലി പോലീസ് പുറത്തുവിട്ടത്. ബംഗ്ലാദേശികളെയും മറ്റും കൂടുതലായി അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അവരെയൊക്കെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ആഫ്രിക്കൻ നാഷണൽസ് ഇത്രയും പേർ നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് അനധികൃതമായി താമസിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും അവിശ്വസനീയമായ കാര്യമാണ്. നമുക്ക് നമ്മുടെ പല സ്ഥാപനങ്ങൾക്ക് നേരെയും സൈബർ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്, പല സ്ഥാപനങ്ങൾക്ക് നേരെയും ഹാക്കിംഗ് അറ്റംപ്റ്റുകൾ നടന്നിട്ടുണ്ട്. മാത്രമല്ല പലരെയും ഇത്തരത്തിൽ ഓൺലൈൻ ഫ്രോഡിങ്ങിലൂടെ ഫണ്ട് തട്ടിയെടുത്തിട്ടുണ്ട്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് ഓൺലൈൻ ഫണ്ട് തട്ടിപ്പ് നടത്തുന്നത്. ഇതെല്ലാം വിദേശത്ത് ഇരുന്നു കൊണ്ട് ചിലർ നടത്തുന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. വിദേശത്ത് ഇരുന്നു കൊണ്ടല്ല, ഈ രാജ്യത്ത് വന്ന് ഈ രാജ്യത്തെ സ്ഥിതിഗതികൾ മനസ്സിലാക്കി ആരൊക്കെയാണ് വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാരെന്ന് കൃത്യമായി അറിഞ്ഞതിന് ശേഷം ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ ചെയ്യുന്നതാണ്. ഇതിൽ വലിയ ലാഭം അവർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർ രേഖകളില്ലാതെ കുടുങ്ങുമെന്ന് അറിഞ്ഞിട്ട് പോലും ഈ രാജ്യത്ത് പ്രവർത്തിച്ചിരുന്നത് എന്നുകൂടി ദില്ലി പോലീസ് ഇപ്പോൾ വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തായാലും ഇവരെയെല്ലാം എത്രയും പെട്ടെന്ന് നാട് കടത്താനുള്ള നടപടിക്രമങ്ങളിലേക്ക് ഈ പോലീസ് കടക്കുകയാണ്. മാത്രമല്ല ഇവരെ ഈ രാജ്യത്ത് ഇങ്ങനെ താമസിപ്പിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ കൃത്യമായ മുന്നറിയിപ്പും ഇപ്പോൾ ദില്ലി പോലീസ് നൽകുകയാണ്. അതായത് ഇവർക്ക് വീട് വാടകയ്ക്ക് കൊടുക്കുന്ന ലാൻഡ് ലോഡുമാർ, ഇവരെയൊക്കെ കൃത്യമായി തന്നെ ഇപ്പോൾ പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാരണം ആരാണ് നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നത്, അവർക്ക് മതിയായ രേഖകളുണ്ടോ, വിദേശികളാണ് എങ്കിൽ അവരുടെ വിസ കാലാവധി എത്രയാണ് എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം
വേണം വീട് വാടകയ്ക്ക് കൊടുക്കാൻ എന്ന് പോലും ഇപ്പോൾ ദില്ലി പോലീസ് അവിടുത്തെ ലാൻഡ് ലോർഡിനോട് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത്തരം നടപടികൾ തുടരുമെന്നും രാജ്യത്ത് തങ്ങുന്ന വിദേശികളെയെല്ലാം പിടിച്ച് അല്ലെങ്കിൽ പിടികൂടി ഇവരെ രാജ്യത്തിന് പുറത്തേക്ക് നാട് കടത്തും എന്നും തന്നെയാണ് ഇപ്പോൾ ദില്ലി പോലീസിന്റെ ഉറച്ച നിലപാട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.